പാലക്കാടാണ് താങ്കൾ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത്. സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമോ? എന്നോട് ധർമ്മടത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ പോയി മത്സരിക്കും. മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എൻ്റെ ഒരു രാഷ്ട്രീയ പരിചയത്തിൽ അനുഭവത്തിൽ UDF ഏറ്റവും ശക്തമായി ഏറ്റവും കുറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളുടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്തൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. അതിന്റെ ഗുണമാണല്ലോ ഇപ്പോൾ UDFന് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പാലക്കാട് ജില്ലയിൽ ഏറെ ഉണ്ടായിരുന്ന ഏത് പക്ഷത്തായിരുന്നു? CPM-ലായിരുന്നു. CPM-ൽ പരസ്യമായിട്ട് വിമതപക്ഷം മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ചു, അവിടെ മത്സരിച്ചു. CPM-ന്റെ സ്ഥാനത്ത് ഒരു വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള വാർത്തയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ LDF-നാണ് കൂടുതൽ അത് ദോഷം ചെയ്തിട്ടുള്ളത്. ഇത്തവണ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചോളം ഏറ്റവും കുറഞ്ഞ വിമത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും ശക്തമായി സുശക്തമായ ഐക്യത്തോടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ ഐക്യബോധം മുന്നോട്ട് കൊണ്ടുപോകും. ആ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ ലീഡേഴ്സ് സമ്മിറ്റ്. പാലക്കാടാണ് താങ്കൾ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത്. സന്തോഷത്തോടുകൂടി സ്വീകരിക്കുമോ? എന്നോട് ധർമ്മടത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ പോയി മത്സരിക്കും. മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. ഇതിൽ വേറൊറ്റ കാര്യം കൂടി, അതായത് പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗിന് താല്പര്യമുണ്ടെന്ന് അവരുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വിലയിരുത്തിയ UDF-ന്റെ വിജയസാധ്യതയുള്ള പാലക്കാട്ടെ 5 സീറ്റുകളിൽ ഒന്നുകൂടിയാണ് പട്ടാമ്പി. അങ്ങനെ മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്? അത് സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്ത് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ താല്പര്യങ്ങൾ പറയുമല്ലോ. അതൊക്കെ മുസ്ലിം ലീഗിന് അവരുടെ താല്പര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിന്റെ അഭിപ്രായം പറയും. അത് സംബന്ധിച്ച് ആത്യന്തികമായി ചർച്ച ചെയ്ത് നേതൃത്വങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിക്കും. അത് മുന്നണിയിലെ എല്ലാ പാർട്ടികളും അവരുടെ പ്രവർത്തകരും ആ തീരുമാനത്തെ അംഗീകരിക്കും.